ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് ഒരു 4-5 മണിക്കൂർ കുതിർത്തി വെക്കുക. അതിനുശേഷം ഉഴുന്ന് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഇട്ട് അരക്കാതെ കുറച്ചിട്ട് പിന്നെയും കുറച്ചിട്ട് അങ്ങനെ ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച സവാള, അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഇഞ്ചിയും കുരുമുളകും ഇടുന്നില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് അപ്പക്കാരം കൂടെ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതൊക്കെ യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പൊരിച്ചാലോ. അതിന് കൈ കുറച്ച് ഒന്ന് നനച്ചതിന് ശേഷം ഈ മിക്സ് ഒന്ന് ഉരുളയാക്കി ഒരു ചെറിയൊരു ഹോൾസ് കൊടുത്ത് ഇട്ട് കൊടുക്കുക. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ ഒന്ന് നനച്ചിട്ട് ഉരുളയാക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ സ്നാക്കായിട്ടെല്ലാം വൈകുന്നേരത്തെ സ്നാക്കായിട്ടെല്ലാം കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് മിക്സ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ കയറി ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.